നമ്മളെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് നമ്മള് പോകുന്ന നൈറ്റ് ഫിഷിങ്ങിനാ. രാത്രിയുള്ള മീൻപിടുത്താണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഈ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഒരു 3-4 വർഷം മുന്നേ ചെയ്തിട്ട് ഞങ്ങളെ ഇന്ന് ചെറുതായിട്ട് പാളിപ്പോയ മീൻപിടുത്തമാണ്. അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇട്ടിരുന്ന വലയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നൈലോൺ വലയൊക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ അന്നത്തെ രാത്രി മീൻ പിടിക്കാൻ പോയത്. നേരം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങളെടുത്ത് തങ്കീസ് വല. ഇന്ന് ഞാനും കുരുന്നനില്ല, ഞാനും ബിനീഷ്, ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. ഞാനും ബിനീഷും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടും കൂടി ഇപ്പൊ നമ്മൾ കായലിലോട്ടാ പോകുന്നത്. കായലെന്ന് പറഞ്ഞാൽ നമ്മുടെ വേമ്പനാട് കായലിന്റെ കിഴക്കറ്റത്ത് സി ബ്ലോക്ക്, മാർത്താണ്ഡം, റാണി എന്നീ പാടത്തിന്റെ അതിന്റെയും കിഴക്കുവശമായിട്ട് ഞങ്ങൾ പോകുന്നത്. അന്നേരം ഈ രാത്രി മീൻപിടുത്തം ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ കൃത്യമായിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. അത് തന്നെയല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കരിമീനെ ടാർഗറ്റ് ചെയ്ത് പോകുന്നത്. കരിമീനാണ് നമ്മൾ ഉദ്ദേശിച്ച് പോകുന്നത്. നേരെ കരിമീൻ കിട്ടണം. പണ്ട് ഞങ്ങൾ ഇതാണ് കരിമീന് പോയിട്ട് ഞങ്ങൾക്ക് ഒറ്റയും കരിമീനായിരുന്നു. അന്ന് ഈ നൂല് വലയിട്ട് കിട്ടി. ഇന്ന് നമ്മൾ ടങ്കീസ് വല എടുത്തിരിക്കുന്നത്. അത് പുതിയ വല. അതായത് 2-3 ദിവസമായിട്ട് നമ്മുടെ വീഡിയോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ അല്ലാതെ പണിതിട്ടൊക്കെ നമുക്ക് മീൻ കുറവായിരുന്നു. നമ്മുടെ പള്ളാത്തുരുത്തി പാലത്തിന്റെ അവിടെ ചെയ്തേണ്ട പാലത്തിന്റെ പണി കാരണം നമുക്ക് ആ പാലത്തിന്റെ സെന്ററിൽ കൂടി പോകാനൊക്കത്തില്ല. അന്നേരം ഈ ഇതിന്റെ നമ്മൾ പോകുന്നതിന്റെ വലത്തെ സൈഡിൽ കൂടി പോകാനേ പറ്റത്തുള്ളൂ. വലത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് പോളയാണ്. പോള ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വള്ളാത്തുരുത്തി പള്ളിയൊക്കെ കേട്ടാ. രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും നോക്കാം കേട്ടാ. നമ്മുടെ പാലത്തിന്റെ പണി പുരോഗമിച്ചോണ്ടിരിക്കുക. വെളിയിൽ കൂടി വണ്ടിയെല്ലാം പോകുന്നുണ്ട്. ഇതുണ്ട പോളയാ. എടാ നേരെ പോള പാലത്തിന്റെ പണി നടക്കുന്നുണ്ട്. അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. നമുക്ക് നേരം വള്ളം അതുവഴി പോകത്തില്ല. പാലത്തിന്റെ ഈ സൈഡിൽ കൂടി പോകത്തുള്ളൂ. നമ്മുടെ അപ്പാപ്പിയുടെ ഒക്കെ വള്ളം ഇവിടെ ഇടുന്ന കേട്ടോ. ഈ ഭാഗത്താണ് അപ്പാപ്പിയുടെ ഒക്കെ വള്ളം ഇടുന്നത്. അപ്പാപ്പിയുടെ തന്നെയല്ല, അപ്പാപ്പിയുടെ ചേട്ടച്ചാറുടെ വള്ളമുണ്ട്. പിന്നെ വേറെ ബാബുവിന്റെ ഒക്കെ വള്ളമുണ്ട്. എന്നുവെച്ചാൽ ബിനീഷിന്റെ ഒക്കെ അമ്മായിച്ചനൊക്കെ പോകുന്നത് ഈ ഭാഗത്താണ് വള്ളം ഇടുന്നവര്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഈ പാടശേഖരത്തിന്റെ ബണ്ട് എന്ന് വെച്ചാൽ പാടശേഖരത്തിന്റെ ഈ ചിറ പിടിച്ചിരിക്കുന്ന ഈ ആറിന്റെയും ഈ തോടിന്റെയൊക്കെ സൈഡിൽ എന്ന് പറയുമ്പോ അതിനെ വ്യക്തമായിട്ട് അങ്ങനെ പറയാം. നമ്മുടെ പാടശേഖരത്തിന്റെ ബണ്ട്, ആ പാടശേഖരത്തിന്റെ ബണ്ടിന്റെ അവിടുന്ന് എന്ന് വെച്ചാൽ ഈ ആറിന്റെ സൈഡിൽ ഇച്ചിരി ഒരു 3 മീറ്റർ 4 മീറ്റർ മാറ്റിയാണ് നമ്മൾ വലയിടുന്നത്. നമ്മൾ വലയിടുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു നിശ്ചിത അകലം കണ്ടു വല ഇങ്ങനെ ഒറ്റ നീളം ഇടും. എടാ ഒരു കൊച്ചുവെള്ളം കിടപ്പുണ്ട്. എന്താ പറയാ ഈ രാത്രി ഇപ്പോ അപ്പോഴേ ഈ പാടശേഖരത്തിന്റെ ബണ്ട് എന്ന് വെച്ചാൽ ഈ നമ്മുടെ തോടിന്റെ ചിറ വിട്ടൊരു 3-4 മീറ്റർ മാറ്റിയാണ് നമ്മൾ വലയിടുന്നത്. വലയിടാൻ നേരത്ത് നമ്മുടെ വള്ളത്തിലോ ഒരു ചെറിയ സൗണ്ട് പോലും കേൾക്കാൻ പറ്റും. കരിമീൻ എന്ന് പറഞ്ഞാൽ ഈ രാത്രി ഒരു സമയം കഴിയാൻ നേരത്ത് കരിമീനെല്ലാം കൂടി ഈ നമ്മുടെ ഈ ചിറയുടെ സൈഡിലും ഈ കുറ്റിയും കമ്പും കല്ലും ഒക്കെ ഉണ്ടെങ്കിൽ മണ്ണയിലൊക്കെ വന്ന് സൈഡിൽ വന്ന് നിൽക്കും. അന്നേരം ആ സൈഡിൽ എറമ്പ് ചേർന്ന് നിൽക്കാൻ നേരത്ത് അത് മാറിയിട്ടാണ് നമ്മൾ വലയിടുകയും വലയിട്ടിട്ട് നമ്മൾ അകത്ത് നമ്മൾ PVC പൈപ്പൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുത്താനായിട്ട്. എന്ന് വെച്ചാൽ സൗണ്ട് കേൾക്കണം. നമ്മൾ വാളവലയ്ക്ക് പോയപ്പോൾ നമ്മൾ പൈപ്പിന് അടിക്ക് വരുന്നത്. നേരെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പൈപ്പിന് അടിയില്ല, പൈപ്പിന് ഇങ്ങനെ PVC പൈപ്പിന് കുത്തി സൗണ്ട് ഉണ്ടാക്കുക എന്നരുത് ഈ മീൻ പുറത്തോട്ട് ഓടാൻ നേരത്ത് നമ്മുടെ വല ഓൾറെഡി പുറത്ത് കിടപ്പുണ്ട്. അന്നേരം വലയിൽ ഉടക്കണം മീനുണ്ടെങ്കിൽ. അത് ചിലപ്പോൾ കരിമീനായിരിക്കും, ചിലപ്പോൾ തൂളിയായിരിക്കും. എന്ത് മീനും സൈഡിൽ കയറുന്ന എന്ത് മീനും പുറത്തോട്ട് ഓടുന്നുണ്ടെങ്കിൽ അത് നേരെ നമ്മുടെ വലയിലായിരിക്കും ഉടക്കുന്നത്. അങ്ങനെ ഉടക്കി നമുക്ക് മീൻ കിട്ടണം. അന്നേരം ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ എന്ന് പറയുക വെട്ടം, പിന്നെ ഫോണിന്റെ ചെറിയ വെട്ടത്തിൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമായിരിക്കാം. പക്ഷെ നമുക്ക് സൗണ്ടോ വർത്താനം പറയലൊന്നും നടക്കത്തില്ല. അങ്ങനെ സൗണ്ട് വെള്ളത്തിനടി പെട്ടെന്നായിരിക്കും സൗണ്ട് കേൾക്കുന്നത്. അന്നേരം അതുകൊണ്ട് നമുക്ക് അധികം ഒച്ചയും ബഹളവും ഉണ്ടാക്കാൻ ഈ ഒരു മീൻ പിടുത്തത്തിന്. അന്നേരം ഞങ്ങൾ മാക്സിമം നമ്മളാ കഴിയാവുന്ന രീതിയിൽ മീൻ പിടിക്കുന്ന കാണിക്കാം. അന്നേരം ഓക്കെ. ഇപ്പൊ കണ്ട രാത്രി ആയതുകൊണ്ട് ബോട്ടും ഹൗസ് ബോട്ടൊക്കെ ഇപ്പൊ ലാസ്റ്റ് വരും നമുക്ക്. പിന്നെ ക്രോസ് വള്ളമൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ ഇവിടെ എല്ലാം ബോട്ടുകളായി കിടക്കുന്നതല്ല. ഇനി ഇതിപ്പോ നമ്മുടെ പള്ളാത്തുരുത്തി വടക്കോശിയാണ്. ഈ പള്ളാത്തുരുത്തി ഇവിടെ കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി ബോട്ട് മൊത്തം ബോട്ടാ. ഹൗസ് ബോട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ബോട്ട് പോകുന്നതേ ഉള്ളൂ. വിനീഷ കേട്ടോ എഞ്ചിൻ ഓടിക്കുന്നത്. ഇവിടെ ബോട്ടെല്ലാം കിടപ്പുണ്ട് അവിടെ ഈ സൈഡ്. ഇനിയിപ്പോ ഇവിടെ പള്ളാത്തുരുത്തി ഇപ്പൊ ഇത് കന്നിട്ട ആകുന്നതേ ഉള്ളൂ. കന്നിട്ട ആകുന്നതിന് മുന്നേ ഉള്ള ബോട്ടായി കിടക്കുന്നത്. ഈ സൈഡിലൊക്കെ ഉണ്ട് ബോട്ട്. ഈ സൈഡിലൊക്കെ ഉണ്ട് ബോട്ട്. നമ്മളിത് ഇപ്പൊ കന്നിട്ട എത്തിയണ്ട. കന്നിട്ടയിലൊക്കെ ഇഷ്ടം പോലെ ബോട്ടുകളാണ് കിടക്കുന്നത്.
അപ്പൊ നമ്മള് പകല് വരാൻ നേരത്തെ ഈ ബോട്ട് ഓടുന്ന മതം കണ്ടോ, രാത്രി ആകുമ്പോ ഒരു ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല ഗ്രാൻഡ് ആക്കി വെക്കുന്നത്. നല്ല ഭംഗിയാ രാത്രി കാണാനായിട്ട് ബോട്ടൊക്കെ. ബോട്ടിലൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട്, അതിനകത്തൊക്കെ ഗസ്റ്റ് ഉള്ളതാ. എല്ലാരും റൂമിലാണെന്ന് തോന്നിപ്പോ കണ്ടോ, മൊത്തം കളറാക്കി വെച്ചിരിക്കുക. ഇപ്പോഴും ബോട്ട് ഓടുന്നുണ്ട്. കറക്റ്റ് പറഞ്ഞാൽ 5 മണിക്ക് ശേഷം ബോട്ടുകളൊന്നും ഓടല്ലെന്നാണ് നമ്മൾ ഈ കേട്ടറിഞ്ഞിട്ടുള്ളത്. നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, അറിവുള്ളത് അങ്ങനെയാണ്. 5 മണി കഴിഞ്ഞാൽ ബോട്ടൊന്നും ഓടല്ലെന്നാണ്. പക്ഷെ രാത്രിയും ബോട്ടൊക്കെ ഓടുന്നുണ്ട്. പക്ഷെ ചിലപ്പോ ഈ ഗസ്റ്റുകളൊക്കെ വരാൻ താമസിക്കുകയും പിന്നെ അവരെയും കൊണ്ട് ഒരു 2 മണിക്കൂറെങ്കിലും കറങ്ങാൻ പോകുന്നവര് കായലിലൊക്കെ പോയിട്ട് വരുമ്പോ താമസിക്കുന്നതായിരിക്കും ഈ സമയത്തൊക്കെ. ഇതിപ്പം ഇവിടാണ് മറ്റേ ഇപ്പൊ ഇതാണ് കന്നിട്ട എത്തിയിരിക്കുക നമ്മള്. ഇവിടുന്ന് ഇനി വേണം നമ്മള് വേണ്ട ബോട്ടൊക്കെ എല്ലാം അടുപ്പിച്ചിട്ടേക്ക്. ഇനിയിപ്പോ ഇവിടുന്ന് ഇനി അങ്ങോട്ട് ബോട്ട് കാണാൻ സാധ്യത. ഇനിയിപ്പോ കാണേണ്ട ലൈവ് ബോട്ടാ കാണണ്ട. ഇനി ലൈവ് ബോട്ടായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ളത്. ഇനിയിപ്പോ അതൊരു 8 മണി 9 മണി വരെ കണ്ട ഉണ്ടെന്ന് തോന്നുന്നു ലൈവ് ബോട്ട്. അതായത് സർക്കാരിന്റെ ബോട്ട് നമ്മുടെ ഇപ്പൊ ഇവിടെ ഇതുവഴിയേ ഉള്ളു, കന്നിട്ട വരെ ഉള്ളു. പിന്നെ ഇവിടുന്ന് നേരെ നെടുമുടി അങ്ങോട്ടൊക്കെ പോകുന്നതാണ്. ഇനിയിപ്പൊ ഈ സമയങ്ങളിൽ ഉണ്ടാന്ന് അറിയത്തില്ല. ഹൗസ് ബോട്ട് ഒരു 90% ഹൗസ് ബോട്ടും അടുത്ത് 90-98% ഹൗസ് ബോട്ടും കര ഈ സൈഡിൽ അടുപ്പിച്ചിട്ടിരിക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് ആൾക്കാരെ കൊണ്ടുവന്ന വള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനിടയ്ക്കൊക്കെ വള്ളമൊക്കെ പോകുന്നുണ്ട്. അന്നേരം ഇനി എന്തായാലും കായലിൽ ചെല്ലണ്ട, കായലിൽ ചെന്നിട്ട് നോക്കാം നമുക്ക്. നമ്മള് ഇപ്പൊ കുപ്പപ്പുറം എത്തി. കുപ്പപ്പുറം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ രാത്രിയായിട്ട് നടക്കില്ല. അവിടുന്ന് ഒരു ശിക്കാര പോകുന്നുണ്ട്. ഇത് നേരെ നമ്മുടെ ആലപ്പുഴ ടൗണിലോട്ടാ പോകുന്നത്. എന്താ വെച്ചാൽ നെഹ്റു ട്രോഫി വള്ളങ്ങളിലെ ഫിനിഷിംഗ് പോയിന്റ് ആണ് ഈ നേരെ കാണുന്നത്. നേരെ കാണുന്ന ഫിനിഷിംഗ് പോയിന്റ് അത് ആലപ്പുഴ ടൗണിലോട്ടാ പോകുന്നത്. ഇപ്പോഴും ബോട്ടൊക്കെ വരുന്നുണ്ട്. ബോട്ടിന്റെ വരവിനൊന്നും കുറവില്ല. എല്ലാരും കായലിൽ പോയിട്ട് വരുന്നതാണ്. ആ ബോട്ട് വരുന്നുണ്ട്, തീ ഉണ്ട വരുന്നതാണൊക്കെ വരുന്നത്. തീകോളം വരുന്നതാണൊക്കെ വരുന്നത്. ഇതൊക്കെ അടുത്ത് വന്നാൽ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ബോട്ടൊക്കെ കളറ് ഗ്രാൻഡ് ആക്കിയിട്ടുണ്ടാവും. നമ്മള് ഇതിപ്പോ കായലിലെത്തി കേട്ടോ. വേമ്പനാട് കായലിലോട്ട് ഇറങ്ങുവാ നമ്മള്. കായലിലോട്ട് കാറ്റ് മുഖത്തിനെത്തി. ഇനി കായൽ ക്രോസ് ചെയ്തിട്ട് പോകണം. അതിനിടയ്ക്ക് ഒരു 3-4 സ്ഥലത്ത് വെച്ച് നമ്മുടെ ഇഞ്ചിനെ ചവറ് കയറി പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. അവനെ ലൈറ്റ് അടിക്കുന്നുണ്ട്, അവർക്ക് കാണാൻ പറ്റത്തില്ല. അവന് എന്തായാലും മുന്നോട്ട് പോട്ടെ. ഒരു ലൈൻ ബോട്ട് പോകുന്നുണ്ട്, ജെറ്റ് ആയിട്ടാണ്. കാണാൻ പറ്റുമോന്ന് അറിയില്ല. അത് ലൈൻ ബോട്ട്. എടാ അങ്ങോട്ട് വിടാ അടുക്കൂടി പോട്ടെ. ഇതണ്ട ഒരു ലൈൻ ബോട്ടും ഒരു ഹൗസ് ബോട്ടും. പക്ഷെ കായലിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബോട്ട് കാണാനായിട്ട് ഭംഗിയില്ല. രാത്രി ലൈറ്റ് ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയാണ്. പകല് നമ്മൾ പുറമെ ചുമ്മാ കാണുന്നെങ്കിലും രാത്രി കാണുന്നതിന്റെ ഒരു ഭംഗി വേറെ. ഇങ്ങനെ പോടാ. കായലിൽ പ്രത്യേകിച്ച് ഒന്നും കാണാം, മൊത്തം ഇരുട്ടാ. ഒരു സാധനം കാണാനൊക്കത്തില്ല. തലങ്ങും വിലങ്ങും ബോട്ട് ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഫസ്റ്റ് വല ഇറക്കുക. അന്നേരം ആദ്യമൊക്കെ വല ഇറക്കുന്ന നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ വല ഇറക്കുന്ന കാണിക്കത്തില്ല. എന്ന് വെച്ചാൽ പിന്നെ മീൻ എടുക്കുന്ന കാണിച്ചു തരാം. നമുക്കധികം വർത്താനം പറയാൻ ഇച്ചിരി പുറത്ത് മാറ്റിപ്പോട്ടെ. ഈ സൈഡിൽ മാറി പിടിക്കുന്നു. ഇത് മാറ്റിപ്പോട്ടെ. ഈ ലെവല് കണ്ടുപോട്ടെ. ഒത്തിരി പുറത്തോട്ട് പോകാതെ കേട്ടോ. പൊടിക്കൂടി എടുത്താലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മുടെ വലയിട്ട് തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമ്മുടെ PVC പൈപ്പ് ഉണ്ട്. ഇത് കണ്ടോ, ഈ PVC പൈപ്പിന് ഇനി ഇതിനകത്ത് ഈ വല ഇട്ടിരിക്കുന്നതിന്റെ അകത്ത് ഇതിപ്പോ ചിറയുടെ സൈഡിലാണ് നമ്മളിനി PVC പൈപ്പിന് കുത്തുന്നത്.
അങ്ങനെ കുത്താൻ നേരത്ത് ഈ മീൻ ഇറമ്പി നിൽക്കുന്ന മീൻ, ഇപ്പൊ കരിമീനാണ് നമ്മൾ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്ന മീൻ. അങ്ങനെ കുത്താൻ നേരത്ത് നേരെ ആ മീനൊക്കെ നേരെ പുറത്തോട്ട് ഓടും. പുറത്തോട്ട് ഓടാൻ നേരത്ത് നമ്മുടെ വലയിൽ ഉടക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. നേരെ എത്ര ശതമാനം നമ്മുടെ ഈ പരിപാടി വിജയിക്കുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഈ വല ടങ്കീസ് വല വെള്ള വലയാണ് നമുക്കന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒന്നും ഒറ്റയൊക്കെ വെച്ച് കരിമീൻ കിട്ടി ഞങ്ങൾ ആ പരിപാടി ഞങ്ങൾ ഉപേക്ഷിച്ചത്. ആ ടങ്കീസില്ല, അന്ന് നൂല് വല. ഇന്നിപ്പം നമ്മൾ ടങ്കീസ് വല ഉപയോഗിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് എത്ര ശതമാനം നമ്മുടെ ഈ പരിപാടി വിജയിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഈ സീസൺ ഈ ഷട്ടർ അടച്ചിട്ട് നമ്മൾ പല പരിപാടി നോക്കിയിട്ട് എല്ലാ പരിപാടിയും ചീറ്റി പോളിഷായി പോവുകയായിരുന്നു. ഇതിലെങ്കിലും വിജയിച്ച രക്ഷപ്പെട്ട്. എന്തായാലും നോക്കട്ടെ, പരിപാടി നോക്കട്ടെ. കട്ടിയോ ഇതേണ്ട്, ഇത് കണ്ട ഇങ്ങനെ ചെയ്തിരിക്കുന്ന. ഇവിടെ വേറൊരു വലിയൊരു പൈപ്പും ഇതിങ്ങനെ കണ്ട. പൈപ്പിന്റെ ഉള്ളിൽ കൂടി കാണാനൊക്കെ ഇപ്പറ എൻഡി ക്യാപ്പ് വെച്ച് അടച്ചു വെച്ചിരിക്കുക. കണ്ട് ഇവിടെ എൻഡി ക്യാപ്പ് വെച്ച് അടച്ചു വെച്ചിരിക്കുക. ഇനി ഇത് വെച്ചാൽ നമ്മൾ അപ്പുറം ഇപ്പുറം കുത്താൻ പോകുന്നു. എന്തായാലും പരിപാടി സ്റ്റാർട്ട് ചെയ്യുക. എന്തായാലും നോക്കണം നമുക്ക് എത്ര ശതമാനം നമ്മുടെ ഈ പരിപാടി വിജയിക്കുന്നുണ്ടെന്ന്. ഇവിടെയില്ലേ വെള്ളം പിടിക്കും പ്രൊപ്പല്ലർ പിടിക്കും. വെള്ളം തിരിച്ചു നമ്മളെ ഒരു റൗണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചു. ഇനി ഒരു റൗണ്ട് കൂടി അങ്ങോട്ട് ഇടിച്ചിട്ട് അവിടുന്ന് വലയെടുക്കുന്നത്. ഇനി അങ്ങോട്ട് ഇടിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ ചെയ്ത പരിപാടിയൊക്കെ തന്നെ അങ്ങോട്ടും ചെയ്യുന്നു. ചെയ്ത പരിപാടി ഇനി അങ്ങോട്ട് ഇനി കണ്ടിന്യൂ ഇത് തന്നെ ആയിരിക്കും. നമ്മൾ സൈഡിൽ വലയിട്ട് ഇങ്ങനെ കുത്തുക. നേരം നമുക്ക് മീനെ കിട്ടുന്ന ഞങ്ങൾ കാണിച്ചു തരാം. മീനെ കിട്ടുന്ന കാണിച്ചു തരാൻ മീൻ കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇത് നമ്മുടെ എല്ലാം ഒരു പരീക്ഷണമാണ്. എന്തായാലും ഈ കുത്തുന്ന പരിപാടി ഇച്ചിരി കഷ്ടപ്പെട്ട പരിപാടി തന്നെ. ഇപ്പൊ ഒരു റൗണ്ട് കുത്തിയപ്പോൾ തന്നെ നമ്മുടെ പതയാടി. ഞാൻ അടുത്ത റൗണ്ട് തുടങ്ങാൻ പോകും. നേരം ഇനി വല എടുക്കാൻ നേരത്ത് കാണിക്കുക. ഇനി ഒരു റൗണ്ട് അങ്ങോട്ട് കൂടി കുത്തട്ടെ. നമ്മളിത് ഫസ്റ്റ് ആദ്യം അടിച്ച വല എടുക്കാൻ പോവാട്ടോ. തിരിച്ചിട്ട് നമ്മളൊരു ഫസ്റ്റില് ഒരു വല അടിച്ചിട്ട് കിട്ടിയ മീന്. ഇത് നമ്മൾ പ്രതീക്ഷിച്ച മീനൊന്നും കണ്ടില്ല. ഈ മീൻ എറമ്പത്തോട്ട് വരാഞ്ഞ സമയമാണോന്നും അറിയത്തില്ല. ഇത് കണ്ടോ ഫസ്റ്റ്. എന്തായാലും ഈ പുതിയ വല ഇറക്കാൻ നേരത്ത് ചെതുമ്പലുള്ള മീനൊക്കെ കിട്ടുന്നത് നല്ലതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാം ചെതുമ്പലുള്ള മറ്റേ പൂവാലിപ്പരല്ല ആദ്യത്തെ മീനായി വലയ്ക്കകത്ത് കിട്ടി. വിട്ടേക്ക, ചത്ത് പോകുന്നു തോന്നുന്നു. അത് ഇതിന്റെ ഈ ചുണ്ടത്ത് വലയുടക്കിയത്. എന്തായാലും ഇതുകൊണ്ടൊന്നും നമ്മൾ തീരുന്നില്ല. നമ്മൾ അടുത്ത കാലത്തോട്ട് പോവുക. ഇത് ആദ്യം കിട്ടിയല്ലോ, വള്ളത്തെ കിടക്കട്ടല്ലേ. എന്തായാലും വള്ളത്തെ കിടക്കട്ടത്. നമ്മള് ഐസൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. അടുത്ത കാലത്ത് നോക്കാം. നമ്മളെ ഇതിപ്പം നമ്മുടെ മൂന്നാമത്തെ വല കേട്ടോ. ഈ മൂന്നാമത്തെ വലയെ നമുക്ക് ആദ്യം ഒരു വല അടിച്ചിട്ട് ഒന്നുമില്ലായിരുന്നു. രണ്ടാമതൊരു വല അടിച്ചപ്പോഴേ നമുക്ക് ഒരു 2 ചെറിയ കരിമീൻ വെള്ളത്തെയും ഒരു തൂളി ഒരു നച്ചു കരിമീനും കിട്ടി. ആ വല അടിച്ചപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ വലയെ കയറി പോളയെല്ലാം കയറി ഉടക്കിയിട്ട് ഒരു രക്ഷയില്ല. പോള ഉടക്കുന്നില്ല. നമ്മൾ വല അടിച്ച സൈഡിൽ കുറ്റി ഉണ്ടായിരുന്നു, തെങ്ങും കുറ്റി. നമ്മുടെ ഈ വലയെല്ലാം കീറിയിരിക്കുക, മൊത്തം കീറിയിരിക്കുക. ഞങ്ങൾ പിന്നെ അത് നോക്കാതെ ഇപ്പൊ ഒരു വല കൂടി അടിച്ച്. ഒരു വല അടിച്ചപ്പോൾ തന്നെ നമുക്കൊരു 3 തൂളി കിട്ടി. ഇപ്പൊ നിലവിൽ 3 തൂളി കിട്ടിയിട്ടുണ്ട്. ഇനിയും ബാക്കി നമ്മൾ വലയെടുത്ത് തുടങ്ങിയതേ ഉള്ളൂ. ബാക്കി കൂടി എടുക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്നാ കിട്ടുന്നുണ്ടെന്ന്. തൂളിയാണ്
ഓ പോയി. ജസ്റ്റ് ഉടക്കം കണ്ടോ. അതെ, കരിമീനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് മാത്രമേ ഇല്ല. പേരിനൊരു കരിമീൻ. നമ്മളിത് ഈ വലയ്ക്ക് പൊക്കിയപ്പോ നമുക്ക് കിട്ടിയ 3 തൂളി. തൂളി നമ്മൾ മുമ്പൊക്കെ നമ്മൾ തൂളി കളഞ്ഞോണ്ട് ഇപ്പൊ ഇന്നെന്തായാലും കളയുന്നില്ല. പിന്നെ നമുക്ക് നേരത്തെ കിട്ടിയ 2 മീനെ കൂടി കാണിച്ചില്ല. ഇതെന്തായാലും പെട്ടിക്കകത്തിട്ടാ നമ്മൾ ഐസിനകത്ത് ഇടുക. ഇതല്ല 3 തൂളിയാണ് നമുക്ക് കിട്ടിയത്. ഇപ്പൊ ഒരെണ്ണം കിട്ടിയിട്ട് ഊരിപ്പോയായിരുന്നു. നമുക്ക് നേരത്തെ ഒരു കരിമീൻ കിട്ടിയതിനിടെ കിടപ്പുണ്ട്. ഒരു തൂളി ആദ്യം കിട്ടിയത് നല്ല 2 തൂളി. ഒരു നച്ച് കരിമീനുണ്ട്, ഒരു കരിമീൻ ഇവിടെ ആദ്യം കിട്ടിയൊരു തൂളിയുണ്ട്, പിന്നെ ഒരു തൂളി കിട്ടിയാലുണ്ട്. മൊത്തം അതിന് 2 തൂളിയാണ് കിട്ടിയത്. പിന്നെ ഇപ്പൊ കിട്ടിയ 3 തൂളിയും കിടപ്പുണ്ട്. നോക്കാം, ഇനിയും കഷ്ടപ്പാടാണ്. നോക്കാം എന്താ കിട്ടുമെന്നുള്ളത്. ഇപ്പൊ ഒരു വല അടിച്ചിട്ട് ഒരു കരിമീനും ഉണ്ട്, ഒരു തൂളിയുണ്ട്, ഒരു സിലോപ്പിയുണ്ട്, ഒരു തൂളി, കയ്യിരിക്കുന്ന കരിമീന്. നല്ല കരിമീന്. കിടക്കുന്നു സിലോപ്പി, കിടക്കുന്നു തൂളി, ഒരു കരിമീൻ, നല്ല കരിമീനും കിട്ടി. കുഴപ്പമില്ല. അടുത്ത വല നോക്കാം. അടുത്ത വലയിൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. എല്ലാം നമ്മൾ തെർമോക്കോള് പെട്ടിക്കകത്തിട്ട് സൂക്ഷിച്ച് വെക്കുക. നമുക്ക് ഇന്ന് രാത്രി നോക്കിയിട്ട് കിട്ടിയ മീനായത്. ഒരു മാന്തലുണ്ടല്ലോ. ഇത് മാന്തലാണല്ലേ. ഇതിനകത്ത് ഫ്ലാഷ്. ഒരു 4 കരിമീൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കരിമീനും 4 നല്ല കരിമീനും, ഒരു സിലോപ്പി ഉണ്ട്, ഒരു മാന്തലുണ്ട്, ഒരു നച്ചേരിമീനുണ്ട്, പിന്നെ 6 തൂളിയുണ്ട്. നച്ചേരിമീൻ നല്ല സൂപ്പർ തന്നെ, കാലെ കൊണ്ടിട്ട് നല്ല സുഖമായിരുന്നു. അപ്പൊ നമ്മള് പരിപാടി ഇന്ന് നിർത്തി. പരിപാടി നിർത്താൻ കാരണം എന്താ, നമ്മുടെ വല കുറച്ച് കീറിപ്പോയായിരുന്നു. വല ഇച്ചിരി കീറിയത് കൊണ്ടാണ് നമ്മൾ കൂടുതലും മടിച്ചത്. എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. വിനീഷേ, നിന്റെ മുഖം ഇപ്പോഴാ കാണുന്ന. നച്ച് കരിമീൻ, മാന്തല്, നമ്മളെ വീഡിയോ ഇവിടെ നിർത്തി. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.